You're listening to Star Jam on Club FM 94.3. പ്രേമം തമിഴ്നാട്ടിൽ 250 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നമസ്കാരം, വെൽക്കം. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ ജാം. കൂടെയുള്ളത് റീനു, എൻ്റെ കൂടെ ഒരു നക്ഷത്രം. ഇദ്ദേഹം ഒരു സിംഗറാണ്, ലിറിസിസ്റ്റാണ്, ആക്ടറാണ്. അതുകൂടാതെ പ്രേമം സിനിമയിലെ 7 പാട്ടുകൾ എഴുതി 5 പാട്ടുകളും പാടി. താങ്കളൊരു നിമിഷ കവിയാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അത് തെറ്റായി പോയി കേട്ടത്. സത്യമാണെന്ന് എല്ലാരും പറയണേ. എഴുതിയ കവിത ഈ നിമിഷം വേണമെങ്കിൽ പറയാം. ആ കവിത ഒരു കവിയാണ്. ഈ നിമിഷം ഒരു കവിത ഉണ്ടാക്കാൻ പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ച് സമയം തരാം. അയ്യോ, ഞാനൊരു പാവമാണേ, പാലായിക്കാരനാണേ, പാൽ വിൽക്കാൻ വന്നതാണേ, പ്രാം പ്രാം പ്രാം. അതൊരു ഭീകരമായി പോയി. ശബരീഷ് വർമ്മയാണ് നമ്മുടെ സ്വന്തം ശംഭു. താങ്ക് യു. എല്ലാവർക്കും, എല്ലാ ക്ലബ് എഫ് എം ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശബരീഷ് വർമ്മ സ്പീക്കിംഗ്. എനിക്ക് വയ്യ, ഇങ്ങനെ ഇത്രയും മാന്യനാണ് എപ്പോഴും. ചില ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ അത്ര മാത്രമേ ഉള്ളത്. അത് ആൾക്കാരുടെ മാന്യത അനുസരിച്ച് മാറുന്നതാണെങ്കിൽ യെസ്, ഐ എം സോ ഹാപ്പി. യെസ്, മുഖം കണ്ണാടി എന്ന് പറയില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ. അതായത് ഞാൻ എന്തെങ്കിലും കുഴക്കുന്ന സാധനങ്ങളിലേക്ക് കടന്നാൽ എന്റെ നാക്ക് ശരിയല്ലെങ്കിൽ ചക്ക കുഴയണമല്ലോ കുഴയും കാര്യങ്ങൾ, എന്റെ കാര്യങ്ങൾ പോകുന്ന ഇപ്പൊ പേടിച്ചിട്ട് വേണം ഞാനിവിടെ ഇരിക്കാനല്ലേ. ശരി, അപ്പൊ പാലാക്കാരനാണ്. ഓ, അതിൽ കയറി പിടിച്ചു. അല്ല, പറവൂർക്കാരനാണ്. എന്നിട്ട് തോന്നുമ്പോ പാലാക്കാരൻ പാടൂല്ലേ. ഇത് എഴുതിയതും അവിടെ അടുത്തുള്ളൊരു സാറാണ്. 1000 ചോദ്യങ്ങളാണ് ശബരീഷ് വർമ്മയുടെ അടുത്ത് ചോദിക്കാനുള്ള. ഏറ്റവും പുതിയതായിട്ട് എഴുതാൻ പോകുന്ന പാട്ടിനെ കുറിച്ചുമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ വർക്ക്, പുതിയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഗർഭധാരണത്തിലാണ്. അത്ര എത്തി, കൺസീവ് ചെയ്തിട്ടുണ്ട്, പ്രസവമായിട്ടില്ല. ഓക്കെ, അതിനുള്ള സമയം തന്നുകൊണ്ട് ക്ലബ് എഫ് എമ്മിലെ സ്റ്റാർ ജാമിൽ ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. അത് ശബരീഷ് തന്നെ പാടാൻ പോവാണ്. ശബരീഷിന്റെ തന്നെ ഒരു പാട്ട്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്, പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ്, സുരിക്കറിക്കാമുക്കാമുഴം പോട്ടെ മാറിക്കൊഴുന്ത് കപത്തില് മാട്ടിപ്പൊടിച്ച് പിസ്താസുമാക്കിറാസോ മാറി ജമാക്കിറായ, പിസ്താസുമാക്കിറാസോ മാറി ജമാക്കിറായ. നേരം 2 നേരം ഉണ്ട്. നല്ല നേരം, കെട്ട നേരം. അതെ. എങ്ങനെയാണ് ഈ നേരത്തിലേക്ക് എത്തിയത്? ആ സിനിമയുടെ ഗർഭധാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ഞങ്ങൾ ചെയ്തൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അത് എന്റെ അറിവിൽ പറയുകയാണെങ്കിൽ 2009 അത് ചെയ്തത്. ആ ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഒരു നല്ല പേര് വന്ന ഒരു ഷോർട്ട് ഫിലിമാണ് തമിഴിൽ ചെയ്തത്. അപ്പം അതില് ലീഡ് റോള് ഞാനാണ് ചെയ്തിരുന്നത്. വട്ടിരാജ എന്ന് പറഞ്ഞ ക്യാരക്ടർ വിജയ് സേതുപതിയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് വിജയ് സേതുപതിയും അവർ ആ ഗ്യാങ് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പരിചയം വരുന്നത്. ബോബിയും കാർത്തിക് നല്ലൻ ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത്. ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഒപ്പം വന്ന പോലെ തന്നെ ആ ഇൻഡസ്ട്രിയിലും ഒരേ സമയത്ത് വന്ന അവിടുത്തെ താരങ്ങളാണ് ഇവരൊക്കെ. താങ്കൾ അതിന്റെ രണ്ടിന്റെ ഇടയിൽ, 2 സെറ്റിന്റെ ഇടയിൽ സബ്സെറ്റ് പോലെ ഉണ്ടല്ലേ? ഉണ്ട്. ഇവിടെ ഞാൻ ശക്തമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അവിടെ നിന്ന് ആ ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം അത് പതുക്കെ അൽഫോൺസ് ഇങ്ങനെ ഇരുന്ന് ഇതാക്കും. ഇപ്പം ഞായറാഴ്ചകളാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിരുന്നത്. അങ്ങനെ പതുക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും നേരം എന്ന് പറഞ്ഞ സിനിമയായി, പിന്നെ ആയി പിസ്തയായി. അങ്ങനെ നല്ല നേരമായി. ഈ പാട്ടോ ഇത് അറിയാലോ, നമ്മൾ ജഗതി ചേട്ടന്റെ പാട്ടാണ്. ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജഗതി ചേട്ടൻ പാടിയ പാട്ടാണ്. പക്ഷെ അത് നമ്മൾക്ക് വേണ്ടി എഴുതിയ പോലെ ആയിപ്പോയി. നമ്മുടെ തലവര ആണ് അതുകൊണ്ട് മാറിയത്. ജഗച്ചേട്ടൻ പാടിയത് ഹിറ്റായി. പിന്നെ ഈ പാട്ട് ഞാനിങ്ങനെ ഈ ശംഭു എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ പോലെ എന്നൊരു പാട്ട് പാടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ടപ്പേന്ന് പറഞ്ഞ പാട്ട് പാടുന്ന ഒരാളാണ് എവിടെ സ്കൂളിലും കോളേജിലും ഒക്കെ. അപ്പൊ സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടായിരുന്നു ഈ സുറുക്കന്റെ മുക്കാമ്പഴം പോട്ടെ മറിക്കൊഴുന്ത്. അതിങ്ങനെ അൽഫോൺസിന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ബാക്കി എഴുതിക്കോളാൻ പറഞ്ഞു, അർത്ഥമൊന്നും ഇല്ലാണ്ട് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒരൊറ്റ എഴുത്തായിരുന്നു. ഒറ്റ എഴുത്ത് പിറ്റേ ദിവസം അതുകൊണ്ട് റെക്കോർഡ് ആയി. അവിടെ വെച്ചിട്ടാണോ ആ നേരം, നമ്മുടെ നല്ല നേരത്തിലേക്ക് നമ്മൾ കടന്നത്? നേരം എന്ന് പറഞ്ഞ സിനിമയുടെ ജാതകം തന്നെ മാറ്റിയ ഒരു പാട്ടാണ് പിസ്ത എന്ന് പറയുന്നത്. എന്നിട്ടാണ് റെഡ് ജയന്റ് ഒക്കെ ഈ സിനിമ എടുക്കാൻ കാരണം തമിഴില്. ഇപ്പൊ ലജ്ജാവതി എന്ന് പറഞ്ഞ പാട്ട് ഇത്രയ്ക്ക് പുള്ളി ഇതൊന്നും ഞാൻ പറയില്ല, കാരണം അല്ലാണ്ട് തന്നെ പിസ്തയും അതുപോലെ തന്നെ 1 കോടി വ്യൂസ് കഴിഞ്ഞ ഒരു മലയാളം പാട്ടാണല്ലോ, വേറെ ഒന്നും ആയിട്ടില്ല. AK-47 ക്ലബ് എഫ് എമ്മിലെ സ്റ്റാർ ജാമിൽ ഞാൻ റീനു, എന്റെ കൂടെയുണ്ട് ശബരീഷ് വർമ്മ. AK-47 ആണ്. നെഞ്ചു വിരിച്ച് നിന്ന് വെടിയുണ്ടകൾ കൊള്ളുക. കൃത്യമായി തടുത്തില്ലെങ്കിൽ അത്തോ. ആയിക്കോട്ടെ, ചോദിച്ചോട്ടെ. 3 കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരെണ്ണം പിക്ക് ചെയ്യണം. എന്നിട്ട് എന്തുകൊണ്ടാണെന്നും പറയണം. ആക്ടിങ്, സിംഗിങ്, റൈറ്റിംഗ്. ഞാൻ ചത്തു. അങ്ങനെ ചാവണ്ട. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഒരു കയ്യിൽ 5 വിരലെടുത്തില്ലേ ഇഷ്ടമുള്ള വിരൽ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയും? ഞാൻ 3 ചോദിച്ചുള്ളൂ. അവർ 2 ശരി 3 വിരൽ ചോദിച്ചിട്ട് ഏതാ വരില്ല. നമുക്കത് നീതി പുലർത്താൻ പറ്റും. AK-47 ആക്ടിങ്.
ആക്ടിങ്. ഞാൻ പണ്ട് ചെറുപ്പം തൊട്ടേ ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളാണ്. പോകുന്ന വഴിക്ക് എഴുതാൻ അറിയാം എന്ന് തോന്നിയിട്ട് എഴുതിപ്പോയ ആളാണ്. പാടാൻ അറിയാമെന്ന് തോന്നിയിട്ട് പാടിപ്പോയ ആളാണ്. അതെ, പാഷൻ മറ്റത് തന്നെയായിരുന്നു. അതെ. പ്രേമം നേരം വിനയ് താണ്ടി വരുവായ നേരം വൈ നേരമാണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കെൽപ്പ് എല്ലാ അർത്ഥത്തിലും. പിന്നെ താണ്ടി ഒരു വാസ് എ ഗേറ്റ്. നേരം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നു. മേരി മലർ സെലിൻ. മലർ വൈ മലർ? എഴുതുന്ന സമയത്ത് തന്നെ ഒരുപാട് മനസ്സിലേക്ക് കയറിയ ഒരു കഥാപാത്രമാണ്. അതിനോട് തന്നെ നീതി പുലർത്തുന്ന, മലരെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത്ര ഭംഗിയിൽ അവതരിപ്പിച്ച, അതേ നല്ലൊരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് മലറിനെ അവതരിപ്പിച്ചത്, സായി പല്ലവി. ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, വൈഫ്. ഫ്രണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഈസ് ഹയർ ദാൻ എനിത്തിങ്. റിയലി? ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചാലും എൻ്റെ വൈഫാണെന്ന് പറയാൻ ആഗ്രഹിച്ചു. എന്ത് പറയുന്നത്? മൈ ഫ്രണ്ട് എന്നാ തീരുമാനമായ കുട്ടി കേൾക്കണുണ്ടല്ലോ അല്ലേ? ശരി, ഇനി അടുത്തത് പിക്ക് ചെയ്യണം. ഇഷ്ടമില്ലാത്ത കാര്യം. ഡയറ്റിംഗ്, വെയിറ്റിംഗ്, ഡേറ്റിംഗ്. വെയിറ്റിംഗ്. ട്രാഫിക്, ഗട്ടർ, മോസ്കിറ്റോസ്. ട്രാഫിക് ഗട്ടർ ഒന്നും പ്രശ്നമില്ല. ഉറക്കത്തിന് തടസ്സം വരരുത്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, SMS. വാട്സാപ്പ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി നഷ്ടപ്പെടുന്നു. അങ്ങനെ. സിഗരറ്റ്, ആൽക്കഹോൾ, ഡ്രഗ്സ്. സിഗരറ്റ്. ബൈ. ആൽക്കഹോളും ഡ്രഗ്സും ഒന്നും കുഴപ്പമില്ല. സിഗരറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ എന്നെ തടസ്സം, പാടാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ബ്രീത്തിങ് പ്രോബ്ലംസ് വരും, പിന്നെ തൊണ്ടയും പോകും. AK-47 കഴിഞ്ഞു, വിജയിച്ചിരിക്കുന്നു. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ ആ സന്തോഷത്തിൽ ശബരീഷ് വർമ്മ പാട്ട് പാടാൻ പോവാണ്. അങ്ങനെ കേട്ടോ, നമ്മൾ പാടിത്തരില്ല, ശബരീഷ് പാടിത്തരും. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും ശബരീഷ് പാടും. ഓക്കേ, ശരി, പാടിത്തരാം. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നെൻ ജീവനിലേറിയതാരോ. ആരായിരുന്നു? പലരും കേറിയിട്ടുണ്ട്. പലർക്കും വേണ്ടി വാലോർന്നിട്ട് കൊടുത്തേക്കുമായിരുന്നോ? ഇത് വളരെ ഓപ്പൺ അല്ലേ? കുട്ടിക്ക് ഒരു സംസ്കാരം ഇല്ല. അയ്യോ, മലയാള സംസ്കാരം തീരില്ല, മൊത്തം ചെന്നൈക്കാരനാ പറഞ്ഞുകൊണ്ട് ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ ഈ പാട്ട്. സ്റ്റേ ട്യൂൺ വിത്ത് രേണു ആൻഡ് ശബരീഷ് വർമ്മ ഫോർ ടൺ കണക്കിന് ഫൺ. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ